ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആ മഞ്ഞക്കടലിൽ നിരമ്പിയത് വെറുമൊരു ജയത്തിനല്ല, മറിച്ച് കണക്ക് തീർക്കലിന്റെ ഗർജനത്തിനാണ്. കഴിഞ്ഞ വർഷം ചെപ്പോക്കിൽ നമ്മെ വീഴ്ത്തിയപ്പോൾ കൊൽക്കത്തക്കാർ കാണിച്ച ആ മരനടൽ പ്രകടനം വെറുമൊരു പരിഹാസമല്ല, ഓരോ CSK ആരാധകന്റെയും നെഞ്ചിൽ തറച്ച മുറിവായിരുന്നു. കളത്തിനു പുറത്തെ ആ അനാവശ്യ പ്രകടനങ്ങൾക്ക് ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും മറുപടി നൽകാൻ കാത്തിരുന്ന സിംഹക്കൂട്ടങ്ങൾ ഇന്ന് ചിദംബരം സ്റ്റേഡിയത്തിൽ നടത്തിയത് സമാനതകളില്ലാത്ത ഒരു അധിനിവേശമായിരുന്നു. തുടക്കം തന്നെ ഐശ്വര്യമായിരുന്നു. ഫോമിലുള്ള സഞ്ജു സാംസൺ നൽകിയ ആ ഉറച്ചടിത്തറക്ക് മേൽ ആയുഷ് മാത്ര എന്ന യുവതാരം ഒരു തീപ്പൊരിയായി പെയ്തിറങ്ങി. മാത്രയുടെ ആ ഇന്നിംഗ്സും ഡെവാൾഡ് ബ്രവിസിന്റെ മനോഹരമായ ടച്ചും ചേർന്നപ്പോൾ KKR ബൗളർമാർ നിസ്സഹാരായി. ചെന്നൈയുടെ ബാറ്റിംഗ് നിര ഇന്ന് പക്വതയാർന്ന ആധിപത്യമാണ് പുറത്തെടുത്തത്. കഴിഞ്ഞ വർഷത്തെ ആ അവഹേളനത്തിന്റെ ഓർമ്മകൾ ഓരോ ഷോട്ടിലും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. മറുപടി ബാറ്റിംഗിൽ മഞ്ഞുതുള്ളികൾ വീണ പിച്ചിൽ KKR പൊരുതി നോക്കി. രഘുവംശിയും രഹാനെയും പൊരുതി നിന്നപ്പോൾ കൊൽക്കത്ത ജയത്തിലേക്ക് നീങ്ങുമെന്ന് തോന്നിച്ച നിമിഷമായിരുന്നു. പക്ഷേ അവിടെയാണ് CSKയുടെ സ്പിൻ മാന്ത്രികൻ തങ്ങളുടെ വിശ്വരൂപം പുറത്തെടുത്തത്. അഖിൽ ഹുസൈനും നൂർ അഹമ്മദും ചേർന്ന് KKRന്റെ നടുവൊടിച്ചു. 6 ഇക്കണോമിയിൽ താഴെ മാത്രം വഴങ്ങി അവർ വീഴ്ത്തിയ ആ 4 വിക്കറ്റുകൾ മത്സരത്തിന്റെ ഗതി മാറ്റി. പവർ പ്ലേയിൽ ഖലീൽ അഹമ്മദ് നൽകിയ തുടക്കവും ഡെത്ത് ഓവറുകളിൽ അൻഷുൽ കംബോജ് നടത്തിയ കൃത്യതയാർന്ന ബൗളിംഗും ചെന്നൈയുടെ വിജയം അനായാസമാക്കി. 31 റൺസിന്റെ ഈ കൂറ്റൻ വിജയം വെറുമൊരു 2 പോയിന്റല്ല, അത് CSKയുടെ അഭിമാനത്തിന്റെ തിരിച്ചുവരവാണ്. അന്ന് നിങ്ങൾ നട്ട മരങ്ങൾ ഇന്ന് കരിഞ്ഞു പോയിരിക്കുന്നു. പകരം CSK ആരാധകരുടെ ആവേശം ആകാശത്തോളം വളർന്നിരിക്കുന്നു. ഇത് ചെന്നൈയാണ്. ചോദിക്കുന്നത് ഒന്ന് മാത്രം, എന്തേ ഇപ്പോൾ നിങ്ങൾ മരമൊന്നും നടുന്നില്ലേ? ഈ മഞ്ഞക്കടലിൽ നിന്ന് പകവീട്ടലിന്റെ മധുരമുണ്ട്, ആധിപത്യത്തിന്റെ ഗർജനമുണ്ട്. വഴിമാറുക. ഇത് രാജാക്കന്മാരുടെ തിരിച്ചുവരവാണ്. ഈ വിജയത്തിൽ ഒരുപാട് പേരുകൾ പറയാനുണ്ട്, പ്രത്യേകിച്ച് നൂർ അഹമ്മദ്, അഖിൽ ഹുസൈൻ, സഞ്ജു സാംസൺ. സീസണിന്റെ തുടക്കത്തിൽ മങ്ങലേറ്റൊരു താരമായിരുന്നു നൂർ അഹമ്മദ്. റൺസേറെ വിട്ടുകൊടുത്ത് പതറിയ ചില നാളുകൾ. എന്നാൽ ഇന്ന് ചെപ്പോക്കിൽ അവൻ തന്റെ യഥാർത്ഥ വിശ്വരൂപം പുറത്തെടുക്കുകയായിരുന്നു. തനിക്കെന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. 193 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടരുകയായിരുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് മുമ്പിൽ അതൊരു എളുപ്പമുള്ള സ്കോറായിരുന്നില്ല, എന്നാൽ അസാധ്യവുമായിരുന്നില്ല. മൈതാനത്ത് നേരിയ മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നതിനാൽ തന്നെ പന്ത് ഗ്രിപ്പ് ചെയ്യുക സ്പിന്നർമാർക്കേറെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും സ്പിന്നിനെ തുണക്കുന്ന ആ പിച്ചിൽ അവൻ തന്റെ മാന്ത്രികത നെയ്തെടുത്തു. തുടക്കത്തിൽ തകർന്ന കൊൽക്കത്തയുടെ ഇന്നിംഗ്സ് പതുക്കെ പടുത്തുയർത്താൻ അജിൻക്യ രഹാനെ ശ്രമിക്കുന്നതിനിടെയാണ് നൂർ പന്തുമായെത്തിയത്. കൃത്യമായ ലൈനിലൂടെയും ലെങ്തിലൂടെയും അവൻ സൃഷ്ടിച്ച കടുത്ത സമ്മർദ്ദം ഒടുവിൽ ഫലം കണ്ടു. രഹാനെ വീണു. ആ വിക്കറ്റ് നേടിയ ശേഷമുള്ള അവൻ്റെ ആഘോഷം അവിസ്മരണീയമായിരുന്നു. ഇരു കൈകളും കൊണ്ട് സ്വന്തം കണ്ണുകൾ പൊത്തി അവൻ നിന്നപ്പോൾ സാക്ഷാൽ ചെപ്പോക്ക് സ്റ്റേഡിയം ഒന്നാകെ ആവേശത്താൽ പൊട്ടിത്തെറിച്ചു. എന്നാൽ ആ വേട്ട അവിടെ അവസാനിച്ചിരുന്നില്ല. തൊട്ടടുത്ത പന്തിൽ തന്റെ മാസ്മരികമായൊരു റോങ് ഓണിലൂടെ അപകടകാരിയായ കാമറൂൺ ഗ്രീനിനെയും അവൻ കൂടാരത്തിലേക്ക് മടക്കി. 13ാം ഓവറിൽ വെടിക്കെട്ട് വീരൻ റിങ്കു സിംഗ് സ്ട്രൈക്കിൽ നിൽക്കുമ്പോൾ തുടർച്ചയായ 4 ഡോട്ട് ബോളുകൾ എറിഞ്ഞ് നൂർ വീണ്ടും സമ്മർദ്ദത്തിന്റെ വലിയൊരു കോട്ട തീർത്തു. ആ സമ്മർദ്ദത്തിൽ ഗത്യന്തരമില്ലാതെ വലിയൊരു ഷോട്ടിന് ശ്രമിച്ച റിങ്കുവിനും പിഴക്കുകയായിരുന്നു. 15ാം ഓവറിൽ കേവലം 7 റൺസ് മാത്രം വിട്ടുകൊടുത്ത അവന്റെ മാന്ത്രിക സ്പെല്ലിന്റെ ചുരുക്കം ഇങ്ങനെയായിരുന്നു: 4 ഓവർ, വെറും 21 റൺസ്, 3 സുപ്രധാന വിക്കറ്റുകൾ. എന്തൊരു അത്ഭുതകരമായ സ്പെല്ലായിരുന്നു! എന്തൊരു ഗംഭീരമായ തിരിച്ചുവരവായിരുന്നു അത്! മഞ്ഞപ്പടയുടെ യഥാർത്ഥ മാച്ച് വിന്നറായി അവൻ മാറിയ ഈ രാത്രിയിൽ CSK ആരാധകർ ആ പ്രതിഭയ്ക്ക് മുന്നിൽ ആദരവോടെ തലകുനിക്കുക തന്നെ വേണം. പ്രിയപ്പെട്ട നൂർ ചെപ്പോക്കിന്റെ ഹൃദയം നീ കീഴടക്കിയിരിക്കുന്നു. പിന്നെ എടുത്തു പറയുന്നത് സഞ്ജു സാംസണെ കുറിച്ചാണ്. ഈ സീസണിന്റെ തുടക്കത്തിൽ മങ്ങലേറ്റൊരു താരമായിരുന്നു സഞ്ജു സാംസൺ. എന്ത് മനോഹരമായാണ് അയാൾ ഇന്ന് ചെന്നൈക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹിക്കെതിരെ അയാൾ സെഞ്ചുറി നേടിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതേ പ്രകടനം തന്നെയാണ് ഈ മത്സരത്തിലും അയാൾ കാഴ്ചവെച്ചത്. പക്ഷേ 2 റൺസിനായിരുന്നു അയാൾക്ക് അർദ്ധ സെഞ്ചുറി നഷ്ടപ്പെട്ടത്.
എന്നിരുന്നാലും ആ ഇന്നിങ്സ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. മറ്റൊരു പേരാണ് അക്കീൽ ഹുസൈൻ. ജഡേജയെ പോലെ ആകാൻ ആഗ്രഹിച്ച അക്കീൽ ഹുസൈൻ പിന്നെ രവീന്ദ്ര ജഡേജയുടെ പകരക്കാരനായി ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുകയാണ്. അക്കീൽ ഹുസൈൻ എന്ന വിൻഡീസ് താരത്തിന്റെ മനസ്സിൽ ഒരേയൊരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തൻ്റെ മുൻ സഹതാരവും ആരാധന പാത്രവുമായ ജഡേജയെ പോലെ കളിക്കുക എന്നത്. ഇന്ന് കൊൽക്കത്തയ്ക്കെതിരെ പന്തെറിയാനിറങ്ങുമ്പോൾ ആ സ്വപ്നം പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. KKR 193 റൺസ് എന്ന വലിയ വിജയലക്ഷ്യം പിന്തുടരുമ്പോൾ ജഡേജ വർഷങ്ങളായി CSKക്കായി ചെയ്തിരുന്ന അതേ വിശ്വസ്തത അക്കീലിന്റെ വിരൽത്തുമ്പിലൂടെ പുനർജനിക്കുകയാണ്. രണ്ടാം ഇന്നിംഗ്സിൽ പിച്ചിൽ മഞ്ഞുവീഴ്ച തുടങ്ങിയ സമയമായിരുന്നു. ഒരു സ്പിന്നറെ സംബന്ധിച്ചിടത്തോളം പന്തിലെ ഗ്രിപ്പ് നഷ്ടപ്പെടുന്ന ഏറ്റവും പ്രയാസമേറിയ സാഹചര്യം. നൂർ അഹമ്മദിന്റെ തകർപ്പൻ സ്പെല്ലിനെ കുറിച്ച് പലരും വാത്തോരാതെ സംസാരിച്ചേക്കാം. എന്നാൽ അക്കീൽ ഹുസൈൻ എന്ന ഈ ഇടംകൈയൻ സ്പിന്നറുടെ മാന്ത്രിക പ്രകടനത്തെ നാം പ്രശംസിച്ചേ മതിയാകൂ. മഞ്ഞിനെ പോലും വകവെക്കാതെ റൺസ് വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കണിശക്കാരനെ പോലെ അവൻ തന്റെ സ്പെൽ മനോഹരമാക്കി. മത്സരം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. രഘുവംശിയും രഹാനയും ചേർന്ന് KKR ഇന്നിംഗ്സിന് അടിത്തറ പാകുകയും പതുക്കെ സ്കോർ ഉയർത്തുകയും ചെയ്യുന്ന സമയം. 11ാം ഓവറിൽ 116 റൺസ് വേണമെന്ന നിലയിൽ നിൽക്കുമ്പോൾ കൊൽക്കത്തക്ക് അത് അനായാസം നേടുന്ന ഒന്നായിരുന്നു. എന്നാൽ ആ നിമിഷം ക്യാപ്റ്റൻ പന്തേൽപ്പിച്ചത് അക്കീലിനെയാണ്. അടുത്ത ഓവറിൽ തന്നെ അപകടകാരിയായ രഘുവംശിയുടെ വിക്കറ്റ് വീഴ്ത്തി അവൻ ചെന്നൈക്ക് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ചു. കളിയുടെ ഗതി മാറ്റിയ ഒരു സുപ്രധാന നിമിഷമായിരുന്നു അത്. 4 ഓവറുകൾ, വെറും 26 റൺസ്, ഒരു നിർണായക വിക്കറ്റ്. അക്ഷരാർത്ഥത്തിൽ വർഷങ്ങളായി ജഡേജ ചെന്നൈക്കായി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ദൗത്യം തന്നെയാണ് ഇന്ന് അക്കീൽ ഹുസൈൻ നിറവേറ്റിയത്. ചെന്നൈയുടെ സ്പിൻ ആക്രമണത്തിന്റെ പുതിയ കുന്തമുനയായി അവൻ മാറിക്കഴിഞ്ഞു. വരും മത്സരങ്ങളിൽ എതിരാളികൾക്ക് മേൽ അക്കീൽ ഹുസൈൻ എന്ന ഈ വിൻഡീസ് മാന്ത്രികൻ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുമെന്നതിൽ യാതൊരു ഡൗട്ടുമില്ല. ജഡേജ ബാക്കി വെച്ചുപോയ ആ വലിയ ദൗത്യം ഇനി ഈ കൈകളിൽ ഭദ്രമാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഈ മഞ്ഞപ്പട തിരിച്ചു വരികയാണ്. മഞ്ഞപ്പടയുടെ തുടക്കം വലിയൊരു ഇടർച്ചയോടെയായിരുന്നു. തുടർച്ചയായ 3 പരാജയങ്ങൾ. ഗർജിക്കുന്ന സിംഹങ്ങൾ നിശബ്ദരായപ്പോൾ വിമർശകർ പരിഹസിച്ചു. സാമ്രാജ്യം തകർന്നു എന്നവർ വിധിയെഴുതി. സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ നിറഞ്ഞു. എന്നാൽ വിശ്വസ്തരായ ആരാധകർ തളർന്നില്ലായിരുന്നു. ഇതവസാനമല്ല, ഞങ്ങൾ തിരിച്ചു വരുമെന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ കാത്തിരിപ്പും വിശ്വാസവും വെറുതെയായില്ല. ആരാധകരുടെ പ്രതീക്ഷകൾക്ക് ചിറക് നൽകിക്കൊണ്ട് ആ പഴയ ചെന്നൈ സൂപ്പർ കിങ്സ് ഗാംഭീര്യത്തോടെ മടങ്ങിയെത്തിയിരിക്കുന്നു. 4ാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ അക്ഷരാർത്ഥത്തിൽ അവർ നിലം പരിശരാക്കി. തൊട്ടു പിന്നാലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും അതേ വിധി തന്നെ. സമ്പൂർണ്ണാധിപത്യത്തോടെയുള്ള 2 കൂറ്റൻ വിജയങ്ങൾ. ചാരത്തിൽ നിന്നുള്ള ഒരു രാജകീയ ഉയർത്തെഴുന്നേൽപ്പ്. അതിങ്ങനെയാണ്. പെട്ടെന്ന് ആ ബാറ്റിംഗ് നിര കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നു. നമ്മുടെ സ്വന്തം ഇന്ത്യൻ ലോകകപ്പ് ഹീറോ തൻ്റെ പഴയ ഫോമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ഒരു ഗംഭീര സെഞ്ചുറിയും 48 റൺസും ആ ബാറ്റിൽ നിന്നും ഇതിനോടകം തന്നെ പിറന്നു കഴിഞ്ഞു. പവർ പ്ലേക്ക് ശേഷം റൺ റേറ്റ് റോക്കറ്റ് പോലെ ഉയർത്താൻ ആയുഷ് മാത്രം എത്തുമ്പോൾ ഡെവാൾഡ് ബ്രവിസിന്റെ കിടിലൻ ഫോം എതിരാളികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. ഒടുവിൽ ഫിനിഷർമാരുടെ ഊഴം. ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിൽ രക്ഷകനായി മാറിയ ജാമി ഓവർട്ടണും എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ കാത്തുനിൽക്കുന്ന ശിവൻ ദുബയും ചേർന്നപ്പോൾ അതൊരു മരണമാസ് കൂട്ടുകെട്ടായി മാറുന്നു. ആദ്യ 3 കളികളിൽ റൺസ് വഴങ്ങിയതിന്റെ പേരിൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയ ആ ബൗളർമാർ ഇപ്പോൾ തനിനിറം കാണിച്ചു തുടങ്ങി. പവർ പ്ലേ ഓവറുകളിൽ തീപ്പൊരിയായി ഖലീൽ അഹമ്മദ് മാറുമ്പോൾ ഡെത്ത് ഓവറുകളിലെ അൻഷുൽ കംബോജിന്റെ വക അതിഗംഭീരമായ പന്തുകൾ. ആവശ്യമുള്ള സമയത്ത് കൃത്യമായി വിക്കറ്റ് വീഴ്ത്താൻ ഓവർട്ടണും തയ്യാറാണ്. ഒപ്പം സ്പിൻ ജോഡികളായ അക്കീൽ ഹുസൈനും നൂർ അഹമ്മദും ഇന്നു മുതൽ തങ്ങളുടെ മായാജാലം തുടങ്ങിക്കഴിഞ്ഞു. ഇനി കളി മാറും. എതിരാളികൾ ഇനി ഭയന്നേ മതിയാകൂ. കാരണം IPLലെ യഥാർത്ഥ രാജാക്കന്മാർ അവരുടെ സിംഹാസനം തിരികെ പിടിക്കാൻ ഉറക്കമുണർന്നിരിക്കുന്നു. തങ്ങളുടെ 6ാം കിരീടമെന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്കുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ ഐതിഹാസിക പടയോട്ടം ഇനി ആർക്കും തടയാനാകില്ല. വിസിൽ പോൾ.